Okay, very good evening to all who are presented here. Okay, ഞാൻ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഷാന. ഞാൻ ഇൻഫോ ക്യാമ്പസിലെ അക്കാഡമിക് കൗൺസിലർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഫോ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ 15 വർഷമായിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇൻഫോ ക്യാമ്പസ്. ഓക്കെ, അപ്പോ നമ്മൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ ബ്രാഞ്ച് ബാംഗ്ലൂരിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നെറ്റ്വർക്കിംഗ്, സോഫ്റ്റ്വെയർ, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിങ്ങനെയുള്ള എല്ലാ ട്രെയിനിങ്ങും നമ്മൾ IT ട്രെയിനിങ്ങും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നടത്തുന്ന വെബിനാർ എന്ന് പറയുമ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പൈത്തൺ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പൈത്തൺ ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പൈത്തണിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ളവർക്കൊക്കെ ഈ വെബിനാർ അത്രയും ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ട്രെയിനിങ് തരുന്നത് 15+ ഇയേഴ്സ് ആയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പർ കം ട്രെയിനറായി വർക്ക് ചെയ്യുന്ന രന്യ മാം ആണ്. രന്യ മാം നമ്മുടെ ഇൻഫോ ക്യാമ്പസിന്റെ CTO ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, CTO ആണ്. ഓക്കെ, അപ്പൊ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഇനി മാം ആയിരിക്കും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് ഓക്കെ ഓഡിബിൾ ആണ്. ഓക്കെ, ഷാന എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഞാൻ എന്നെ കുറിച്ചൊന്ന് പറയാണ്. എൻ്റെ പേര് രന്യ. ഞാൻ 15 ഇയേഴ്സ് ആയി ഈ ഒരു ഫീൽഡിലുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ കരിയർ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് വിഷ്വൽ ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജിയിലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. വിഷ്വൽ ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാംഗ്വേജിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം PHP ആയിരുന്നു കുറെ കാലം നമുക്ക് ഭയങ്കര ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഡിഫറെന്റ് ഫ്രെയിം വർക്കുകളിൽ ലെറാവൽ കോർഡിനേറ്ററിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ERP സോഫ്റ്റ്വെയർ, അതേപോലെ തന്നെ LMS, CRM തുടങ്ങിയ കുറെ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2020 മുതലാണ് ഞാൻ പൈത്തണിലേക്ക് എൻ്റെ കരിയർ സ്വിച്ച് ചെയ്യുന്നത്. പൈത്തണിൽ ഞാൻ ഫ്രണ്ട് എൻഡ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഈ മെഷീൻ ലേണിങ്ങും ഡാറ്റ അനാലിസിസ് ഒക്കെ വന്നതോടുകൂടി അതിലേക്കും കൂടെ ഞാൻ ഇൻവോൾവ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു വെബിനാർ എന്ന് പറയുന്നത് ഹൗ ടു ചേഞ്ച് യുവർ കരിയർ ആൻഡ് ബിക്കം എ പൈത്തൺ ഡെവലപ്പർ. അതായത് നിങ്ങൾക്ക് പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഒരു കരിയർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന പലരും ഡിഗ്രി കഴിഞ്ഞിട്ട്, അതായത് BCA BSc ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് നിങ്ങളുടെ കരിയർ സ്വിച്ച് ചെയ്യണം, എന്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു ജോബ് കിട്ടും എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഈ പൈത്തൺ എന്തുകൊണ്ടാണ് പൈത്തൺ ഇത്രയും വലിയ ഒരു ട്രെൻഡിങ് ആണ് എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു ഡിമാൻഡ് തന്നെയാണ്. ഈ പൈത്തൺ പഠിച്ചാൽ ജോബ് കിട്ടും, പൈത്തണിലാണ് നിങ്ങളുടെ കരിയർ കൂടുതലായിട്ടും വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറെ ആഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. എല്ലാവരും മേ ബി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും പൈത്തൺ ഒരു നല്ല ടെക്നോളജി ആണെന്നൊക്കെ ഉള്ളത്. കാരണം പൈത്തൺ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതായത് നമുക്ക് പല ടെക്നോളജീസ് ആണെങ്കിൽ, ഞാനിപ്പോൾ PHP-യിൽ കുറെ വർഷം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ PHP എന്ന് പറയുന്ന ടെക്നോളജിയിൽ നിന്നും ഞാൻ ഈ പൈത്തണിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ അതിന് പൈത്തന്റെ ആ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ടാണ്. ഓക്കെ, കാരണം ഒരു വെബ് ആപ്ലിക്കേഷൻ മാത്രമോ അല്ലെങ്കിൽ ഒരു API ക്രിയേഷൻ മാത്രമോ ഒരു ഗെയിം ഡെവലപ്മെന്റോ ഇതൊന്നും അല്ല. ഇതെല്ലാം പൈത്തൺ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക്, അതായത് റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിൽ, നെറ്റ്വർക്കിംഗ് തന്നെ സ്ക്രിപ്റ്റിങ്ങിലേക്കും, അതേപോലെ ഡാറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിലേക്കൊക്കെ നമുക്ക് പൈത്തൺ എന്ന് പറയുന്ന ടെക്നോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഇതിലെ ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഈ പൈത്തൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഈ ടയോബ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ റാങ്കിങ് പ്രോഗ്രാം, അതായത് പോപ്പുലാരിറ്റി, സെർച്ച് എഞ്ചിൻ പോപ്പുലാരിറ്റിനെ വെച്ചിട്ട് റാങ്ക് ചെയ്യുന്ന ഒരു സൈറ്റ് ആണ് ടയോബ് എന്ന് പറയുന്നത്. ഇതില് 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് പൈത്തൺ ആണ്. പൈത്തൺ
ഓക്കെ, കണ്ടോ, ഒന്നാമത്തെ റാങ്കിലാണ് പൈത്തൺ നിൽക്കുന്നത് 2024-25. ഇനി ഫ്യൂച്ചറിൽ അങ്ങോട്ട് പൈത്തൺ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അത്രയും കാരണം ഫ്യൂച്ചറിൽ അങ്ങോട്ട് പൈത്തൺ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് AI ആണ്. AI യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് പൈത്തൺ ആണ്. ഓക്കെ, ഇനി ഏതൊക്കെ മേഖലകളിലായിരിക്കും നമുക്ക് ഈ പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഏരിയകളിലേക്ക് നമുക്ക് പോവാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ, ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് കരിയർ പാത്ത് വിത്ത് പൈത്തൺ. ഫസ്റ്റ് തന്നെ വരുന്നത് വെബ് ഡെവലപ്മെന്റ് ആണ്. വെബ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റ, അതേപോലെ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇല്ലേ, ആ വെബും ഉണ്ട്, മൊബൈലും ഉണ്ട്. ഈ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്കതിനൊരു ഫ്രണ്ട് എൻഡ് ഉണ്ട്, അതിനൊരു ബാക്ക് എൻഡ് ഉണ്ട്, അതിനൊരു ഡാറ്റാബേസ് സെർവർ ഉണ്ട്. ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴാണ് അത് ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് മാറുന്നത്. അപ്പം ആ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള പ്രോസസ്സുകൾ ചെയ്യുന്ന ഒരാളെയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. അപ്പൊ നമുക്ക് പൈത്തൺ ഫുൾ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫ്രെയിംവർക്ക് ആണ് ജാങ്കോ എന്ന് പറയുന്നത്. അപ്പം പൈത്തൺ ജാങ്കോ ഫുൾ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, ആ പൈത്തൺ ജാങ്കോ ഫുൾ സ്റ്റാക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ചെയ്ത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നെറ്റിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ കോഴ്സാണ് ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫുൾ സ്റ്റാക്കിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു വെബ് പേജ്, ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ഇൻസ്റ്റ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനൊരു ഡിസൈൻ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു വെബ് പേജ് പോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ ലാംഗ്വേജുകൾ നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യണം. അപ്പൊ അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം, അത് നമുക്ക് പഠിക്കാനുണ്ടാവും. അതിനുശേഷം അതിനെ ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള റിയാക്ട് എന്ന് പറയുന്ന ഒരു ടെക്നോളജി, അതൊരു ഫ്രണ്ട് എൻഡ് ടെക്നോളജിയാണ് റിയാക്ട്. ആ റിയാക്ട് നമുക്ക് അറിഞ്ഞിരിക്കണം, അതും നമ്മൾ പഠിക്കും. അതിനുശേഷം നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ സേവ് ചെയ്യും, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ഡാറ്റാബേസ് വേണം. ഓക്കെ, ഡാറ്റാബേസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സെർവർ. ആ സെർവറിനെ കണക്ട് ചെയ്യാൻ, അതായത് ആ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കൊരു ലാംഗ്വേജ് വേണം. ഓക്കെ, അങ്ങനെയുള്ള ലാംഗ്വേജ് നമ്മൾ MySQL എന്ന് പറയും, SQL എന്ന് പറയും, സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ്. ആ SQL നമുക്ക് പഠിക്കണം. ഇനി ഇതിനെ കണക്ട് ചെയ്യണമെങ്കിൽ അവിടെയാണ് നമ്മുടെ പൈത്തന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വരുന്നത്. അതായത് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ നമ്മൾ ഈ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ലാംഗ്വേജ് വേണം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സെർവർ സൈഡിലുള്ള ഒരു ലാംഗ്വേജ് വേണം. അതാണ് പൈത്തൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫുൾ സ്റ്റാക്ക് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പനിയിലെ ഏതൊക്കെ ജോബിൽ കയറാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഒന്ന് ബാക്ക് എൻഡ് ഡെവലപ്പർ. ബാക്ക് എൻഡ് ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാങ്കോ MySQL ഡെവലപ്പർ ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. അതൊരു ജോബ് റോൾ ആണ് ബാക്ക് എൻഡ് ഡെവലപ്പർ എന്ന് പറയുന്നത്. പിന്നെ ഫുൾ സ്റ്റാക്ക് പൈത്തൺ ഡെവലപ്പർ, അതായത് ജാങ്കോയും റിയാക്റ്റും. ഫ്രണ്ട് എൻഡ് റിയാക്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡ് ആണ്, അതും ജാങ്കോയും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡെവലപ്പറായിട്ട്, ജാങ്കോയിലും വർക്ക് ചെയ്യുന്ന ഒരു ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും, ഫുൾ സ്റ്റാക്ക് പൈത്തൺ ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ അല്ലെങ്കിൽ UI ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെബ് പേജ്, അതായത് HTML, CSS-ഉം ജാവാസ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഡാറ്റാബേസ് ഡെവലപ്പർ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു MySQL എന്നുള്ളത്, അതായത് നമ്മുടെ ഡാറ്റാബേസ് സെർവർ എന്ന് പറയുന്നത് MySQL ആണ്. അപ്പൊ നമ്മൾ SQL ആണ് പഠിക്കുന്നത്. ആ SQL പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് SQL ഡെവലപ്പറായിട്ട് നമുക്ക് കയറാൻ പറ്റും. പിന്നെ API ഡെവലപ്പർ എന്ന് പറയുന്നത് എക്സാമ്പിൾ, API എന്ന് മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ലായിരിക്കാം എന്താണ് API എന്നുള്ളത്. ചിലർക്ക് ഐഡിയ ഉണ്ടാവും, എങ്കിലും ഞാൻ പറയാണ്. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ അകത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റ എടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ അകത്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലും എടുക്കാൻ പറ്റുന്നുണ്ട്.
അല്ലെ? നിങ്ങൾ മൊബൈൽ ലോഗിൻ ചെയ്തിട്ട് സെയിം ലോഗിൻ തന്നെ വെച്ചിട്ടാണ് നിങ്ങൾ ലാപ്ടോപ്പിലും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് കാർട്ടിലേക്ക് ഒരു ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലെ നിങ്ങളുടെ കാർട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പം ഈ വെബ് ആപ്ലിക്കേഷനും മൊബൈൽ ആപ്ലിക്കേഷനും വേണ്ടിയിട്ട്, അതായത് ഈ രണ്ട് ആപ്ലിക്കേഷന്റെ ഇടയിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? API യൂസ് ചെയ്യുന്നത്. പൈത്തൺ വെച്ചിട്ട് നമുക്ക് API ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കൊരു API ഡെവലപ്പർ ആയിട്ട് കയറാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്, അതായത് പൈത്തൺ ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്ന ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും റോളിൽ, ഇതൊക്കെ ഒരു കമ്പനിയിലുള്ള റോൾസ് ആണ്. അപ്പം ഒരു IT കമ്പനി എന്ന് പറയുമ്പോൾ ഒത്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒത്തിരി ഡെവലപ്പേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ്. ഇത്രയും ആൾക്കാർ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത് അവിടെ. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് ഓപ്പണിങ്സ് ഉണ്ട്. ബട്ട് നമുക്ക് എന്തില്ല, നമ്മളെല്ലാവരും ഫ്രഷ്. ഞാൻ കുറെ കമ്പനിയിൽ വർക്ക് ചെയ്യും, അവർക്ക് അവിടുന്ന് ഇന്റർവ്യൂ ചെയ്യും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, നമുക്ക് കമ്പനീസിൽ ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്. പക്ഷെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ഫ്രഷേഴ്സും ഉണ്ട്. നമ്മളൊരു ഫ്രഷർ ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. പക്ഷെ അവിടെ കമ്പനി ഉദ്ദേശിക്കുന്ന സ്കില്ലുള്ള ഒരാൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പൊ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് അതിനുള്ള മാക്സിമം സ്കില്ല് ഉണ്ടാക്കി എടുക്കുക. കമ്പനീസിൽ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു ഫുൾ സ്റ്റാക്കിനെ കുറിച്ചിട്ട് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഏറ്റവും വളരെ കൂടുതൽ ജോബ് ഓപ്പണിങ്സ് ഉള്ള ഒരു കോഴ്സാണ് ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അതായത് പൈത്തൺ, ജാങ്കോ ആണ്. ജാങ്കോ എന്ന് പറയാൻ കാരണം ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷനും കുറച്ച് സ്മോൾ ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രെയിംവർക്ക് ആണ് ജാങ്കോ എന്ന് പറയുന്നത്. അപ്പൊ പൈത്തൺ ഫുൾ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ യൂഷ്വലി അത് ജാങ്കോ ആയിരിക്കും. കുറച്ച് നമുക്ക് പഠിക്കേണ്ടത് ജാങ്കോ ആയിരിക്കും. കമ്പനീസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നത് ജാങ്കോ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് റിയാക്റ്റും ജാങ്കോയും ബാക്ക് ആയിട്ടുള്ള ഒരു ഡെവലപ്പറിനുള്ള സാലറി പാക്കേജ്, ഇത് ഞാൻ വെറുതെ എൻ്റെ ഒരു ഇഷ്ടത്തിന് എടുത്തിട്ടതല്ല, ഞാൻ ഗൂഗിളിൽ റെഫർ ചെയ്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും റെഫർ ചെയ്ത് നോക്കിയാൽ കിട്ടും ഉള്ള ഒരു സാലറി പാക്കേജ് ആണ് ഇവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ ഇത് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ സാലറിക്ക് കയറാമെന്നല്ല, ഇത്രയും സാലറി കിട്ടാനുള്ള ഇത്രയും സാലറി കമ്പനീസ് കൊടുക്കുന്നുണ്ട്. അതിനുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇത്രയും സാലറീസ് കമ്പനി കൊടുക്കാൻ വില്ലിങ് ആണ്. അപ്പൊ അതിലേക്ക് എത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, 0 to 1 year എക്സ്പീരിയൻസിൽ ആൾക്ക് 4 to 6 LPA ആണ് വരുന്നത് സാലറി എന്ന് പറയുന്നത്. അതായത് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ ആണെങ്കിൽ. പിന്നെ മിഡ് സൈസ്ഡ് കമ്പനീസ് ആണെങ്കിൽ 5 to 8. ഈ ഒരു രീതിയിലാണ് ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് LPA ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കി തരിക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഫുൾ സ്റ്റാക്കിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് അതായത് പൈത്തൺ ജാങ്കോ ഫുൾ സ്റ്റാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്, ഏതൊക്കെ റോളിൽ വർക്ക് ചെയ്യാം. പൈത്തൺ ജാങ്കോ പൈത്തൺ ഡെവലപ്പർ എന്ന് പറയുമ്പം തന്നെ നമുക്ക് ഈ എന്താ പറയാ ഈ ഡാറ്റ വെബ് ഡെവലപ്മെന്റിന്റെ അകത്ത് തന്നെ ഡിഫറെന്റ് റോൾസുകൾ വരുന്നുണ്ട്. അതാണ് ഞാൻ ആ ബാക്ക് എൻഡ് ഡെവലപ്പർ, അതേപോലെ തന്നെ ഡാറ്റാബേസ് ഡെവലപ്പർ, ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത്ര നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് ഒരു സെഷനാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡാറ്റയാണ്. ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഡാറ്റേന്റെ അകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, ഡാറ്റ അനാലിസിസ്. ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പം വളരെ ബൂമിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്ക് ഡാറ്റ ഈസ് ഓയിൽ എന്നൊക്കെയാണ് നമ്മളിപ്പോ പറയുന്നത്. കാരണം പണ്ടൊക്കെ ഓയിലിനും ഗോൾഡിനൊക്കെയാണ് ഭയങ്കര ഡിമാൻഡ് എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഡാറ്റ എന്ന് പറയുന്നതിന് ഭയങ്കര ഡിമാൻഡാണ്. അത് എന്തുകൊണ്ടാണ് ഡാറ്റയ്ക്ക് ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡാറ്റ വെച്ചിട്ടാണ് ഇപ്പം കാര്യങ്ങൾ എല്ലാം ഈ ഡാറ്റനെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ FBO ഇൻസ്റ്റയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിന്റെ ആഡുകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ സെർച്ച് ചെയ്തിട്ടേ ഉള്ളൂ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്. അപ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രൗസ് ഹിസ്റ്ററിയും നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ഡാറ്റ, അതായത് നിങ്ങൾ ബ്രൗസ് ചെയ്ത ഹിസ്റ്ററി എടുത്തിട്ട് നിങ്ങളുടെ ഡാറ്റ എടുത്തിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും
അത് റെക്കമെൻഡ് ചെയ്യാണ്, ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അവിടെ ആ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി തരികയാണ്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ സെർച്ച് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണെന്ന് വിചാരിച്ചു. പലർക്കും മേ ബി ഈ അനുഭവം ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ഫേസ്ബുക്ക് എടുക്കുന്ന സമയത്ത് സെയിം പ്രോഡക്റ്റിന്റെ സജഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫേസ്ബുക്ക് എന്താ ഇത്രയും ഭയങ്കര മൈൻഡ് ഒക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ആക്ച്വലി അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ തരികയാണ് ചെയ്തത്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ഡാറ്റ വെച്ചിട്ട്. അപ്പോൾ ആ ഡാറ്റേനെ അനലൈസ് ചെയ്യുക, ഇവിടെ മെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റേനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡാറ്റേനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പൈത്തൺ വേണം. ഇപ്പം പണ്ടൊന്നും ഇല്ലാത്ത ഒരു ജോബ് റോളാണ് ബിസിനസ് അനലിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതും അത്യാവശ്യം നല്ല പാക്കേജ് കിട്ടുന്ന ഒരു ജോബാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇവിടെ പൈത്തൺ വെച്ചിട്ട് നമ്മൾ ബൾക്ക് ഓഫ് ഡാറ്റാസിനെ, അത് എക്സലൊക്കെയുള്ള എക്സലും അതേപോലെ തന്നെ ഡാറ്റാബേസ് സെർവറിൽ ഡാറ്റാബേസിലൊക്കെയുള്ള ഡാറ്റേനെ എടുത്തിട്ട് അതിനെ അതൊരു പ്രോസസ്സാണ്. ആദ്യം അതിനെ ക്ലീൻ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? വിഷ്വലൈസ് ചെയ്തിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ എന്താണോ ചെയ്യേണ്ടത്, നമുക്ക് അതിന് ML എന്താണോ ചെയ്യേണ്ടത് നമ്മൾ അതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം. അത് പൈത്തൺ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഡാറ്റ അനലിസ്റ്റ് ആണെങ്കിലും ഒരു ബിസിനസ് അനലിസ്റ്റ് ആണെങ്കിലും ഒക്കെ ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പൈത്തൺ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡാറ്റ അനലിസ്റ്റ് ആവാനുള്ള കോഴ്സാണ് നമ്മുടെ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന കോഴ്സ്. ആ ഡാറ്റ അനാലിസിസ് കോഴ്സിന്റെ അകത്ത് പൈത്തന്റെ കോർ പൈത്തൺ, ആ കോർ പൈത്തൺ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആ കോർ പൈത്തൺ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ഏരിയകളിലേക്ക് ജോബിന് കയറാൻ പറ്റും. പൈത്തൺ അറിയാവോ എന്നായിരിക്കും മേ ബി ചെക്ക് ചെയ്യുക. പിന്നെ അതിനനുസരിച്ചിട്ട് അവരുടെ ജോബ് റോളിനനുസരിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് അവർക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും, പൈത്തന്റെ ബേസിക് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഡാറ്റ അനാലിസിസിന്റെ അകത്ത് നമ്മുടെ ഈ അനാലിസിസിന് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൈത്തൺ ലൈബ്രറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ തരുന്നത്. അതേപോലെ തന്നെ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റ്പ്ലോട്ലിബ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനീന്റെ ഒരു HR ഡാഷ്ബോർഡ് ഒക്കെ നമുക്ക് ഓരോരുത്തരുടെ സാലറിയും അവരുടെ ഒരു സ്റ്റാഫിന്റെ പെർഫോമൻസ് ലെവലൊക്കെ നമുക്ക് ഇങ്ങനെ എക്സൽ ഒക്കെ നോക്കി പെർഫോം ചെയ്യുന്നതൊക്കെ ഇക്വേഷൻ എഴുതി കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് ടാബ്ലോ ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ബിസിനസ് അനലിസ്റ്റിന്റെയും ഡാറ്റ അനലിസ്റ്റും ഒക്കെ എല്ലാ കമ്പനീസിലേക്കും ഇപ്പം ആവശ്യമാണെന്നുള്ള ഒത്തിരി ലിങ്ക്ഡിനൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വേക്കൻസീസ് ഒക്കെ കാണുന്നുണ്ട്. ഇത് ഇതുകൊണ്ടാണ്. കാരണം ഇത്രയും കാലം നമ്മൾ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത സാധ്യത നമുക്ക് വളരെ ഗ്രാഫിക് പിക്ചറൈസേഷനോട് കൂടെ നമുക്ക് കാണിക്കാൻ പറ്റും. അതാണ് ഡാറ്റ അനലിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത്. ഇതിനേക്കാൾ ഒരുപടി മുകളിലാണ് ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രോസസ്സാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഡാറ്റ സയന്റിസ്റ്റ് നല്ല സാലറി പാക്കേജും നല്ല ഫ്യൂച്ചറിൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ബട്ട് ഫ്രഷേഴ്സിന് കിട്ടാനുള്ള ഒരു ചാൻസ് കുറവാണ്. അത് എന്താണ് അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറക്റ്റ് പഠിച്ച് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ റീസൺ. കാരണം ഡാറ്റ സയൻസിന്റെ അകത്ത് അത്രയും പഠിക്കാനുണ്ട്. അത്രയും പഠിച്ചിട്ട് ഒരു ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ട് കയറുക എന്ന് പറയുന്നത് കുറച്ചൊരു റിസ്ക് ആണ്. എന്ന് വെച്ചിട്ട് പറ്റില്ല എന്നല്ല, പക്ഷെങ്കിൽ അതൊരു കുറച്ചൊരു റിസ്ക് ആണ്. അപ്പൊ അവിടെ ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് ഒരു കമ്പനിയിൽ കയറി ഒരു 1 year 2 year എക്സ്പീരിയൻസ് ആയി കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് കുറെ പ്രാക്ടിക്കൽ നോളേജ് വരും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡാറ്റ സയന്റിസ്റ്റ് റോളിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആണ്. അത് ഈ ഡാറ്റ സയൻസിന്റെ അണ്ടറിൽ വരുന്ന ഒരു സാധനമാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ഇതെന്നൊക്കെ പറയുന്നത് ഈ ഡാറ്റ സയൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അവിടെ AI മോഡൽ ഡിപ്ലോയ്മെന്റ്, അതായത് ഈ റെക്കമെൻഡ് ചെയ്യാനൊക്കെ നമ്മൾ ഓരോ മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മോഡൽ ഡിപ്ലോയ്മെന്റ് ഒക്കെയാണ് ഈ മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിന്റെ അകത്ത് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത്. അതായത് പൈത്തൺ ഇത് മാത്രമല്ല, ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കുറച്ച് ജോബ് ഏരിയകളാണ് ഞാൻ ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ ഇതിന്റെ അകത്ത് പറഞ്ഞു +2 കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം +2 കഴിഞ്ഞ്
ഈ ഒരു ഏരിയയിലേക്ക്, അതായത് BCA, BSc, BTech, കമ്പ്യൂട്ടർ സയൻസിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് പൈത്തൺ എന്ന് പറയുന്നത് അവർക്ക് ഒത്തിരി സെമ്മിൽ പഠിക്കാനും ഒക്കെയുള്ള കാര്യമാണ്. കാരണം പൈത്തൺ ഇപ്പൊ എല്ലാവരും പഠിച്ചു വരുന്ന ഒരു ലാംഗ്വേജ് ആണ്. പിന്നെ പൈത്തൺ അത്രയും സിമ്പിൾ ആയതുകൊണ്ടാണ് പൈത്തൺ എല്ലാവരും പഠിക്കുന്നത്. നോൺ IT ആണെങ്കിലും പൈത്തൺ പഠിക്കാൻ പറ്റും. അതായത് ഈ പൈത്തൺ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒരു പ്രോഗ്രാമിംഗ് സ്കില്ല് നമുക്ക് ആവശ്യമില്ല. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരാൾക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ടെക്നോളജിയാണ് പൈത്തൺ എന്ന് പറയുന്നത്. അത് അങ്ങനെ ഉണ്ടെന്ന് മാത്രമല്ല, നമുക്ക് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ അനലിസ്റ്റിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചിരിക്കുന്നത്. പൈത്തൺ, SQL, വിഷ്വലൈസേഷൻ. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നത് ഡാഷ്ബോർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ അങ്ങനെ ആ ഒരു ഏരിയയിൽ വരുന്ന ജോബ് റോളിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ തന്നെ 4 to 9 LPA ആണ് ഫ്രഷേഴ്സിന് വരുന്നത്. 10 to 18 LPA വരെ എക്സ്പീരിയൻസിന് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ കുറെ ജോബ് റോൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൈത്തൺ പഠിച്ചു കഴിഞ്ഞാലുള്ള കുറെ ജോബ് റോൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാത്ത വേറൊരു ജോബ് റോള് നമുക്കുണ്ട്. അതെന്ന് പറയുന്നത് ഫ്രീലാൻസ് പൈത്തൺ ഡെവലപ്പർ എന്ന് പറയുന്നതാണ്. അതായത് നമ്മളിപ്പം ഏതൊരു ജോബിലാണെങ്കിലും നമുക്ക് കുറെ എക്സ്പീരിയൻസ് ആയി നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് സ്വിച്ച് ചെയ്ത് വേറൊരു കമ്പനിയിലേക്ക് അങ്ങനെയാണ് പോകുന്നത്. ബട്ട് ഈ IT ഫീൽഡിന്റെ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്പനിയിലും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇപ്പൊ പ്രൊജക്ട് ചെയ്ത് കൊടുക്കാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറെ സംബന്ധിച്ചോളം ആവശ്യമുള്ളത്. ഒരു പ്രൊജക്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഹോസ്റ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ അറിയേണ്ടത്. അത് നമ്മൾ 1 or 2 പ്രൊജക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് കൂടി വരികയാണ്. അപ്പൊ നമ്മുടെ ഡിമാൻഡും കൂടുകയാണ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോ ഒരു 1 year ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ആ ഒരു 1 yearൽ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്കില്ലാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. ആ സ്കില്ല് വെച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് വേറൊരു കമ്പനിയിലേക്ക് മാറുന്ന സമയത്ത് അതിന്റെ ഇരട്ടി സാലറി നിങ്ങൾക്ക് ചോദിക്കാം. അത് തരാൻ കമ്പനി വില്ലിങ്ങുമായിരിക്കും. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഒരു മെഷീൻ ടെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആ കമ്പനിക്ക് ആവശ്യമാണ്. സ്കില്ലുള്ള ഒരാളെ എപ്പോഴും കമ്പനിക്ക് ആവശ്യമാണ്. സ്കിൽ ഇല്ലാത്ത ഒരാളെ കമ്പനി ഒരിക്കലും എടുക്കില്ല. ഓക്കെ, ഞാൻ ഫ്രീലാൻസ് പൈത്തൺ ഡെവലപ്പർ എന്ന് പറയുന്നത് എത്രയോ ആൾക്കാർ ഫ്രീലാൻസ് ആയിട്ട് പ്രൊജക്റ്റും കാര്യങ്ങളും പൈത്തണിൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇപ്പം ലിങ്ക്ഡിൻ വഴിയും നമ്മുടെ സോഷ്യൽ മീഡിയ അപ്വർക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, അതൊക്കെ വഴി നമുക്ക് ഇഷ്ടംപോലെ ഫ്രീലാൻസേഴ്സിനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ടൈമാണ് ഇപ്പം എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചറിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമുക്കൊരു ലാപ്ടോപ്പും നെറ്റും നമ്മുടെ സ്കില്ലും ഉണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റും. പെർ അവർ ഒരു ബിഗിനറിന് 800 to 2500 വരെ റിമോട്ട്ലി വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒത്തിരി പേര് ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്നവര് എനിക്കറിയാം. അതേപോലെ തന്നെ ഇപ്പം അടുത്ത് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് പൈത്തൺ ഫുൾ സ്റ്റാക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാള് എനിക്ക് അയച്ചൊരു വോയിസ് ഉണ്ട്, കേൾപ്പിച്ചു തരാൻ പറ്റുമോ ഞാൻ നോക്കാം. അതായത് അത് ഇത്രയും ഇതാണ് കുട്ടി പറയുന്നത്. അവള് ഇത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു, പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് അവള് നമ്മൾ ലൈവ് പ്രൊജക്റ്റ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അതായത് കോഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒക്കെ അവർക്ക് ഒരു പ്രൊജക്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് കംപ്ലീറ്റ് ചെയ്ത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ റെഡിയാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അവളൊരു പ്രൊജക്ട് ചെയ്തു. പിന്നെ അവളുടെ ഫ്രണ്ട് അവൾക്കൊരു വർക്ക് കൊടുത്തു, ഒരു വെബ് ആപ്ലിക്കേഷൻ ചെയ്യാൻ കൊടുത്തു. അതും അവള് ചെയ്തു. അതിനുശേഷം അവൾക്ക് 2-3 പ്രൊജക്ട് കിട്ടി. അതൊക്കെ അവള് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര കോൺഫിഡന്റ് ആയി. അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനി എവിടെയും കമ്പനിയിലൊന്നും കയറുന്നില്ല, എനിക്ക് അത്യാവശ്യം ഇപ്പൊ തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്രീലാൻസർ ആയിട്ട് തുടരാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി എവിടെയൊക്കെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അത്രയും ഒരു ഹാപ്പി ആയിട്ടാണ് അവൾ വിളിച്ചത്. അപ്പം അവൾക്ക് സ്കില്ലുണ്ട്, ഇനി അവളുടെ ആരുടെ അടുത്തെല്ലാം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ട് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. പിന്നെ ഞാൻ പൈത്തൺ എന്താ പറയാ പൈത്തൺ ഡെവലപ്പർ ആയാലുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ ഞാൻ കുറെ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് കേട്ടിട്ട് ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ, കുറച്ച് സമയം മെനക്കെടാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഒത്തിരി ഉണ്ട്. ബട്ട് പഠിക്കണം.
ടാസ്കും കാര്യങ്ങളും ചെയ്യണം. നമ്മൾ അതിൽ നല്ലൊരു സ്കിൽ ഉണ്ടാക്കി എടുക്കുക തന്നെ വേണം. എങ്കിലേ കമ്പനീസ് നമ്മളെ എടുക്കുള്ളൂ. ഇത് ഞാൻ ഇപ്പം അടുത്ത് കഴിഞ്ഞ മാസം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത കുട്ടിയാണ് അനാമിക എന്ന് പറയുന്നത്. കോഗ്നിസെന്റിൽ അനലിസ്റ്റ് ആയിട്ടാണ് അവൾ വർക്ക് ചെയ്യുന്നത്. നല്ലൊരു പാക്കേജിൽ ജോലി കിട്ടി. ഞാൻ അവളോട് ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ട് കോഗ്നിസെന്റ് സെന്ററിൽ അതിന്റെ ID കാർഡ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വൈബിലുള്ള ഒരു ഫോട്ടോ ആണ് എനിക്ക് അയച്ചു തന്നത്. അത് ഞാൻ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്കൊരു കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചാണ്. അവള് 2024 കഴിഞ്ഞ വർഷം BCA കഴിഞ്ഞ് കോഴ്സിന് ചേർന്നതാണ്. 6 മന്ത് ആകുമ്പോഴത്തേക്ക് തന്നെ അവൾക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഇപ്പം നിങ്ങൾ BCAയും BSc ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ വിചാരിക്കും റിസൾട്ട് വരട്ടെ, റിസൾട്ട് വന്നിട്ട് കുറെ ഇന്റർവ്യൂസിനൊക്കെ പോയി നോക്കാം, എന്നിട്ട് ജോബൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും നോക്കാം എന്നുള്ളത്. പക്ഷെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ഇത്രയും കാലം ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ചെയ്ത് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, കമ്പനീസ് ഇഷ്ടംപോലെ ഇതൊക്കെ വെക്കും, റിക്രൂട്ട്മെന്റ് ഡ്രൈവ് വെക്കും, അതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ വെക്കും. അതൊക്കെ ഫ്രഷേഴ്സിന് കാണുകയും ചെയ്യും. പക്ഷെ അവര് ഉദ്ദേശിക്കുന്ന ഫ്രഷർ എന്ന് പറയുന്നത് സ്കില്ലുള്ള ഫ്രഷറാണ്. അതായത് ഒരു ടെക്നോളജി നന്നായിട്ട് അറിയുന്ന ഒരു ഫ്രഷറെയാണ് അവർക്ക് ആവശ്യം. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സിലബസിൽ നമുക്ക് ഒരു ഫൈനൽ ഇയർ ഒരു പ്രൊജക്ട് ഒക്കെ വരുന്നുണ്ട്. ആ പ്രൊജക്ട് ഒന്നും ആരും വളരെ സീരിയസ് ആയിട്ടൊന്നും ചെയ്യാറില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. അവരൊക്കെ ഫൈനൽ ഇയർ എക്സാം ഒക്കെ ആകുമ്പോഴത്തെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റിലൊക്കെ കയറി പോകാനും ചാൻസ് ഉണ്ട്. അല്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 10 മന്ത് ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡ്യൂറേഷനുള്ളിൽ നിങ്ങൾക്ക് ജോബിന് കയറാം. അല്ല എങ്കിൽ നിങ്ങൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് അടുത്ത വർഷം ഇറങ്ങുന്ന കുട്ടികളുടെ കൂടെ വീണ്ടും എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്ത് തന്നെ കയറേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത്. സ്കിൽ ഉണ്ട് എങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ആ സ്കിൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് അവർക്ക് ആവശ്യം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അവൻ ബിടെക് കോയമ്പത്തൂരിൽ നിന്ന് കഴിഞ്ഞിട്ട് 18 സപ്ലി ആയിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ഞാൻ അവന് ഒരു കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അവൻ ആ കോഴ്സ് കഴിഞ്ഞു. 6 മന്ത് കഴിഞ്ഞപ്പോൾ 6 മന്ത് കോഴ്സ് ആയിരുന്നു, ഒരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. ആ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. അവന് ഇവിടെ കോഴിക്കോട് സൈബർ പാർക്കിൽ ജോലി കിട്ടി. 1 ഇയർ സ്റ്റാർട്ടിങ്ങിൽ അവന് 15,000 ആ ഒരു രീതിയിലായിരുന്നു സാലറി. 1 ഇയർ അവൻ അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം അവന് മനസ്സിലായി ഇതല്ല എന്റെ സാലറി, ഇവിടെ ഇങ്ങനെ. അവിടുന്ന് ഹൈക്ക് ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ അവൻ ആ ഹൈക്കൊന്നും അവൻ വെച്ചില്ല. അവൻ നേരെ എറണാകുളത്തേക്ക് പോയി. ഇപ്പൊ അവൻ 2.5 വർഷം ആവുന്നേ ഉള്ളൂ. അവന്റെ സാലറി 60,000 എബോവ് ആണ് അവന്റെ സാലറി എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് കാറ് വാങ്ങിച്ചു. അതായത് അവൻ സെറ്റായി. വെറുതെ ഒന്നും ചെയ്യാതെ ബിടെക്കും കഴിഞ്ഞ് തേരാപ്പാര ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടന്ന കുട്ടിയാണ്. അതിന്റെ എന്താ പറയാ, അവനെ ആ ഒരു കോഴ്സിന് ചേർത്തി കൊടുക്കാനുള്ള ഒരു ഇത് പറഞ്ഞത് കൊണ്ട് തന്നെ അവരുടെ പേരൻസ് പറയുന്നത് ഭയങ്കര എന്താ പറയാ, ഞാൻ ഭയങ്കരമായിട്ട് അഡ്വൈസ് ചെയ്തു എന്നൊക്കെയാണ്. സംഭവം അവന്റെ സ്കില്ലാണ്, അവനാണ് പഠിച്ചത്, എല്ലാം ചെയ്തത് അവനാണ്. ഓക്കെ, സോ നിങ്ങൾ കോഴ്സ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ സമയം കളയാതെ പെട്ടെന്ന് തന്നെ കോഴ്സ് ചെയ്ത് നിങ്ങളുടെ കരിയർ സെറ്റാക്കാൻ നോക്കാം. ഇനി വേറൊരാള്, ഒത്തിരി കുട്ടികളുണ്ട്, പക്ഷെ ഞാൻ ഈ 2 ആൾക്കാരുടെ മാത്രം എടുക്കാനുള്ള റീസൺ, ഒരാള് അനാമിക എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള കോഗ്നിസെന്റിൽ നല്ലൊരു പാക്കേജിൽ പ്ലേസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ അനാമികനെ സെലക്ട് ചെയ്തത്. രണ്ടാമത്തെ ആള് ജോയൽ എബ്രഹാം എന്ന് പറയുന്നത് NL ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു MNCയിലാണ് വർക്ക് ചെയ്യുന്നത്. ജോയൽ എബ്രഹാമിന്റെ സക്സസ് സ്റ്റോറി ഞാൻ എടുക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ആള് BA ഇംഗ്ലീഷ് കഴിഞ്ഞ് MA ഇംഗ്ലീഷ് കഴിഞ്ഞ് വീട്ടിൽ ജോലി ആയിട്ടില്ല, കല്യാണപ്രായമായി, 27 വയസ്സായി, എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് പൈത്തൺ ഫുൾ സ്റ്റാക്ക് കോഴ്സ് എടുക്കുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്താണ് ജോലി ഈ ഒരു ഇതിലേക്ക് വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, ജീവിക്കാൻ വേറെ ഒരു മാർഗവും മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല, അതുകൊണ്ട് ഇതിലേക്ക് വന്നാണെന്ന് പറഞ്ഞു. അത് അപ്പോൾ തന്നെ എന്റെ മനസ്സിൽ വല്ലാതെ കേറിയിട്ടുണ്ടായിരുന്നു, വളരെ ജെന്യുവൻ ആയിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പോ അവൻ ഹാർഡ് വർക്ക് ചെയ്യാൻ ഭയങ്കര വിനിയായിരുന്നു. കാരണം ഏത് പാതിരാത്രിയിലും അവൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. എപ്പോഴും ഡൗട്ട്സ് ഒക്കെ ചിലപ്പം 12 മണിക്കോ 1 മണിക്കൊക്കെ ആയിരിക്കും ഡൗട്ട്സ് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ഞാനത് പിറ്റേ ദിവസം കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്രയും വർക്ക് ചെയ്യായിരുന്നു എന്നുള്ളത്. അവൻ അത് ചെയ്തു. അവനത് പ്രൊജക്റ്റ് ഒക്കെ നന്നായിട്ട് അവൻ ചെയ്ത് അവനത് സബ്മിറ്റ് ചെയ്തു.
എന്റെ ഇതിന് മുന്നേ തന്നെ എന്റെ സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ടായിരുന്ന കമ്പനി, വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് എൻഎൽ ടെക്നോളജീസ് എന്ന് പറയുന്നത്. അപ്പൊ അവർ എന്റെ അടുത്ത് ചോദിച്ചു, ആരെങ്കിലും ഓപ്പണിങ്സ് വന്ന സമയത്ത് എന്നെ അറിയിച്ചു. ഞാൻ ഇവനെ റെഫർ ചെയ്തു. ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ കയറി. അവനിപ്പോ അവിടെ നല്ലൊരു പോസ്റ്റിൽ നല്ലൊരു സാലറി പാക്കേജിൽ വർക്ക് ചെയ്യാണ്. ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ നിന്റെ സക്സസ് സ്റ്റോറി പറയട്ടെ. അപ്പൊ അവൻ പറഞ്ഞു, പറഞ്ഞോളൂ. ഞാൻ എന്താ പറയാ, അവൻ പോലും വിചാരിച്ചിരുന്നില്ല പെട്ടെന്ന് ഒരു ജോബ് കിട്ടും എന്നുള്ള കാര്യം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഇഷ്ടംപോലെ ഉണ്ട്. പൈത്തൺ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും അല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾ പഠിക്കാൻ വില്ലിങ് ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഇത്. ഞാൻ ചെറിയൊരു ഏരിയ മാത്രമേ ഇതിന്റെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും നമുക്ക് പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് സ്വിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഏതിലേക്ക് വേണമെങ്കിലും പോവാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് എനിക്ക് ഈ ഒരു പൈത്തണിന്റെ ഒരു കരിയറിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പൈത്തൺ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ പൈത്തണിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡാറ്റന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇൻഫോ ക്യാമ്പസ് ഓൾറെഡി കുറെ പ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ മാം 2 പ്ലേസ്മെന്റ് നല്ല ആൾക്കാർ തന്നെ മാം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാമിനോട് ഇപ്പം മൈക്ക് ഓൺ ആക്കി ചോദിക്കാവുന്നതാണ്. മാം, ചാറ്റിൽ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യോ അല്ലെങ്കിൽ ഞാൻ വായിക്കണോ? +2 ക്വാളിഫിക്കേഷൻ ഡാറ്റ അനലിറ്റിക്സ് പഠിച്ച്, +2 ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, കമ്പനീസ് ഡിഗ്രി മേ ബി എനി ഡിഗ്രി എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും നമുക്ക് കമ്പനിക്ക് വേണ്ടത് സ്കില്ലാണ്. ഓക്കെ, പക്ഷെ അതിന്റെ കൂടെ അവരുടെ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതും കമ്പനീസ് ചോദിക്കുന്നുണ്ട്. സപ്ലി ഉള്ളവരാണെങ്കിലും സ്കിൽ ഉണ്ട് എങ്കിൽ കമ്പനീസ് എടുക്കും. അപ്പം +2ന്റെ കൂടെ ഇത് പഠിച്ചിട്ട് ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കമ്പനിയിൽ എന്തായാലും നിങ്ങൾക്ക് എന്താ പറയാ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. നിങ്ങൾക്ക് ഡാറ്റ അനലിസ്റ്റിൽ സ്കിൽ ഉണ്ടെങ്കിൽ. പക്ഷെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഡിഗ്രിയും കൂടെ നിങ്ങൾക്ക് ആവശ്യം വരും, നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഡാറ്റ അനലിസ്റ്റ് ആയി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡിഗ്രിയും കൂടെ ഡിസ്റ്റന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇതായിരിക്കും ബെറ്റർ എന്നാണ് തോന്നുന്നത്. ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇതെന്ന് പറയുന്നത്, ഈ പൈത്തൺ വെച്ചിട്ട് നമുക്ക് ഡാറ്റനെ ക്ലീൻ ചെയ്ത് പ്രോസസ് ചെയ്ത് നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഞാൻ കസിനെ ഏതാണ് സജസ്റ്റ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്തത് പൈത്തൺ ആയിരുന്നു. പൈത്തൺ അല്ല, ഞാൻ സജസ്റ്റ് ചെയ്തത് ലറാവൽ ആയിരുന്നു. അതായത് PHP ടെക്നോളജിയെ ലറാവൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 2 ഇയർ മുമ്പേ ആണ്. ആ സമയത്ത് പൈത്തൺ ഫ്രഷേഴ്സിന് പൈത്തണിൽ അത്ര ഒരു ഇത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് അവന്റെ അടുത്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞത്. അവനും ഇപ്പം എന്താ പറയാ, പൈത്തൺ സൈഡായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മള് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ജോബ് ഗ്യാരണ്ടി കോഴ്സിന്റെ പ്രത്യേകത. അതുപോലെ നമ്മുടെ അതായത് സോഫ്റ്റ് സ്കിൽ ക്ലാസ്സസും ഒക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ ടെക്നിക്കൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനുള്ള ക്ലാസ്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ജോബ് ഗ്യാരണ്ടി കോഴ്സ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ 6 മന്ത് ഇന്റേൺഷിപ്പിലും ഇത് ഇൻക്ലൂഡ് ആണ്. അപ്പൊ പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന സമയത്ത്, 6 മന്ത് ഇന്റേൺഷിപ്പിന്റെ അകത്ത് നമ്മൾ ഈ ഫുൾ സ്റ്റാക്ക് കോർ പൈത്തൺ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആണ്. ആ കോർ പൈത്തൺ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയാ, വെബ് പേജിന്റെ ഫ്രണ്ട് എൻഡും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഡാറ്റാബേസ് MySQL വരും. പിന്നെ നമ്മുടെ ജാങ്കോ ഫ്രെയിംവർക്ക് വരും. ഇത്രയും പഠിച്ചതിന് ശേഷം നമുക്ക് 3 പ്രൊജക്ട് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മിനി പ്രൊജക്ട്, മെയിൻ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അതേപോലെ തന്നെ ഒരു പ്രൊജക്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്യുകയും ചെയ്യും. ലൈവിലേക്ക് നമ്മൾ ഹോസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷന്റെയും സോഫ്റ്റ് സ്കിൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ പ്ലേസ്മെന്റ്
ലൈഫ് ലോങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ്മെന്റിന്റെ അസിസ്റ്റൻസും തരുന്നുണ്ട്, ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 6 മന്ത് ഇന്റേൺഷിപ്പിന്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വരുന്ന ഇത്രയാണ് 6 മന്ത് ഇന്റേൺഷിപ്പിൽ കൊടുക്കുന്നത്. ജോബ് ഗ്യാരണ്ടിയിലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ അവരെ ഒരു ലൈവ് പ്രൊജക്ട് എന്ന് പറയുന്ന പോലെ ഒരു CRM എന്നൊക്കെ പോലെയുള്ള ഒരു പ്രൊജക്റ്റിലേക്കാണ് നമ്മൾ അവരെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു പ്രൊജക്ട് ചെയ്ത് അവർ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ കൂടുതൽ പഠിക്കുകയാണ്. ഓക്കെ, അത് പഠിച്ചിട്ട് അവർക്ക് എന്താ പറയാ, ആ ഒരു എക്സ്പീരിയൻസ് ആണ് അവരുടെ ആ ഒരു 4 മന്ത് ഡ്യൂറേഷൻ എന്ന് പറയുന്നതിന്റെ അകത്ത് ഒരു കമ്പനിയിൽ എന്താണോ ചെയ്യുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് അവിടെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അവർ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നമുക്ക് കമ്പനീസിലേക്ക് അവരുടെ റെസ്യൂമെ അയക്കുന്ന സമയത്ത് അവരുടെ സ്കിൽ അപ്ഡേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത്രയും അതായത് ഈ ഒരു പ്രൊജക്റ്റിൽ ഇത്രയും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് 10 മന്ത് ഡ്യൂറേഷൻ വരുന്നത്. ഇനി നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾക്ക് പൈത്തൺ കോഴ്സ് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു ലൈവ് ഡെമോ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കൗൺസിലേഴ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ലൈവ് ഡെമോ ക്ലാസ് അതുപോലെ നമുക്ക് നൈറ്റില് ഒരു 1 hour എന്നുള്ള രീതിയിൽ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറാം. എന്നിട്ട് എങ്ങനെയാണ് ഈ പൈത്തൺ കോഡിങ്, അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ക്ലാസ്സിലേക്ക് കയറുന്നത് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ, ഞാൻ പറഞ്ഞില്ലേ പൈത്തൺ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും.